Good morning, all. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. Yes, ma'am. Ma'am. നമുക്ക് തുടങ്ങാം, എഴുതി തുടങ്ങാം അല്ലേ? നിങ്ങൾക്കില്ലേ ഹോസ്പിറ്റൽ വാർഡ് എടുത്തു തുടങ്ങിയിട്ടുണ്ടായോ ഏതെങ്കിലും ടീച്ചർ? എടുത്തിരുന്നു. ട്രീസ എന്ന് പറയുന്ന ഒരു ടീച്ചറാന്ന് തോന്നുന്നു അന്ന് എടുത്തായിരുന്നു. ഓക്കെ ഓക്കെ. എത്ര വരെ എടുത്തു? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് അവിടെ വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ബാക്കി എടുക്കാം കേട്ടോ. ഇന്ന് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ പിന്നെ പകുതി ചാപ്റ്റേഴ്സ് അവിടെ കിടക്കിയല്ലേ, കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ ചാപ്റ്റേഴ്സ് തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയ ഫസ്റ്റ് എടുക്കാൻ പറ്റുമോ? അത് ആദ്യം തൊട്ട് എടുക്കാൻ പറ്റുമോ? എടുത്തരാം. നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. മിസ് പറയല്ലേ, ഒരു മിനിറ്റ് പറയല്ലേ. ഓക്കെ. ഞാൻ ക്ലാസ് മ്യൂട്ട് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോട്ടാ. പറഞ്ഞോടുങ്ങിക്കോട്ടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പറേഷണൽ അവേഴ്സ് ഓഫ് emergency department. Operational hours of emergency department. ഇപ്പൊ തന്നെ എഴുതാലോ ആൻസർ അല്ലേ? ഓക്കെ, ഇതേ ആൻസർ വന്നു കഴിഞ്ഞു. വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. Operational hours of emergency department. Okay. Next question. Pick one functional area. Pick one functional area related to. Pick one functional area related to ED. Pick one functional area. Pick one functional area related to emergency department. Options: A, acute treatment area. First option, acute treatment area. Second, B, option B, procedure room. Procedure room. Procedure room.
Option C, pharmacy. എന്ത് പറ്റി? മോഡ്യൂൾസ് കാണില്ലേ? എല്ലാവർക്കും മോഡ്യൂൾസ് ഒന്നും കാണില്ല? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ ഒന്നും? ഓപ്ഷൻ സി, ഫാർമസി. Question, pick one functional area. Pick one functional area related to ED. Pick one functional area. Pick one functional area related to ED. Emergency Department, ED. പറയാട്ടാ, മോഡ്യൂൾസ് റീസെന്റ് ചെയ്യാൻ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ എ, acute treatment area. Option A, acute treatment area. Option B, procedure room. Option B, procedure room. Option C, pharmacy. Option C, pharmacy. Option D, plaster room. Option D, plaster room. എന്താണ് നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഇഡിയില് ഓക്കെ ഫങ്ഷണൽ ഏരിയയും പഠിച്ചിട്ടുണ്ട്, അതർ ഏരിയാസും പഠിച്ചിട്ടുണ്ട് അല്ലേ? ആൻസർ വന്നു കഴിഞ്ഞു. ഓപ്ഷൻ എ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ ഔട്ട്. Choose the odd one out. Choose the odd one out. Option A. Sorry. Option A, casualty. Option A, casualty. Option B, administrative department. Option B, administrative department. Option C, emergency room. Option C, emergency room. Option D, emergency department. Option D, emergency department. Okay, answer എന്താണ്? ഓപ്ഷൻ ബി ആണല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ബാക്കി മൂന്നും? എന്താണ് നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെ വേറെ പേരുകളാണ് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരുകളാണ് ബാക്കി മൂന്നെണ്ണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാലോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. Emergency department. Emergency department. Workforce. Workforce includes. Emergency department. Workforce includes. Emergency department. Emergency department. Workforce includes. Option A, medical officer and consultants. Medical officer. Option A, medical officer and consultants. Medical officer and consultants. Option B, RN and EMT. RN, registered nurse and emergency department technician. Sorry, EMT.
EMT, emergency. First, emergency department, workforce, emergency department workforce includes ആരൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളതെന്ന്. ഫസ്റ്റ് വൺ, മെഡിക്കൽ ഓഫീസർ ആൻഡ് കൺസൾട്ടന്റ്, medical officer and consultants. Option B, RN and EMT, registered nurse and emergency medical technician. RN and EMT. Option B, RN and EMT. Option C, patient care assistant, patient care assistants. Option D, all of the above. Option D, all of the above. Okay. ഇതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഇവരെല്ലാവരും ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. രജിസ്റ്റേർഡ് നേഴ്സ്, EMT, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് കൺസൾട്ടൻസ് അല്ലേ. ഓക്കെ. ഫിഫ്ത് ക്വസ്റ്റ്യൻ പറയാലോ. പറയാലോ. ഓക്കെ. It is a process that sort the patient for the patients for providing that sort. It is a process that sort the patients for providing optimum care with their medical need. Optimum care with their medical need. എന്താണ് ഒരു രോഗിക്ക് അവർക്ക് കിട്ടേണ്ട കെയറിന്. ഓക്കെ, ഓപ്ഷൻ പറയാതെ തന്നെ ആൻസർ വന്നു. സോർട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പേഷ്യന്റിനെ സോർട്ട് ചെയ്യുക, തരം തിരിക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആൻസർ എന്താണ്? ട്രയേജ് അല്ലേ. ഓപ്ഷൻ പറയണ്ടല്ലോ. ഇനി ഓപ്ഷൻ വേണോ? ഇതാണൊന്നും പറയാത്തെ. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ പറയണോ? ഫസ്റ്റ് ഓപ്ഷൻ എ ട്രയേജ്, ഓപ്ഷൻ ബി റിസപ്ഷൻ, ഓപ്ഷൻ സി റീഇവാലുവേഷൻ, ഓപ്ഷൻ ഡി ട്രീറ്റ്മെന്റ്. ഓപ്ഷൻ എ ട്രയേജ്, ഓപ്ഷൻ ബി റിസപ്ഷൻ, ഓപ്ഷൻ സി റീഇവാലുവേഷൻ, ഓപ്ഷൻ ഡി ട്രീറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്സ്ത് വൺ ആണ് കേട്ടോ. സിക്സ്ത് വൺ, ഇൻ വിച്ച് സ്റ്റേജ് patient get written instructions
to follow up chaos. Or home chaos. Or home chaos. ആൻസർ പറയാമോ? ഓപ്ഷൻ പറയാണ്ട് തന്നെ ഏത് സ്റ്റേജിലാണ്? ഓക്കെ, ഡിസ്ചാർജ് അല്ലെ. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തല്ലേ പേഷ്യന്റിന് ഹോം കെയർ ആയിട്ടുള്ള റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നേ. ഓക്കെ, ക്വസ്റ്റ്യൻ in which stage patient get written instructions to follow up chaos or home chaos. Answer discharge. Next question parayate. 7th one parayate question. Okay. In which record write down the minor operation details. In which record write down the minor operation details. Answer പറയമോ? എന്താ മെസ്സേജ് അയച്ച്? എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, ആൻസർ മൈനർ OT റെക്കോർഡ് അല്ലെ. മൈനർ OT റെക്കോർഡിലാണ് മൈനർ ഓപ്പറേഷൻസിന്റെ ഡീറ്റെയിൽസ് എഴുതി സൂക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ in which record write down the minor operation details. ഏത് റെക്കോർഡിലാണ് മൈനർ ഓപ്പറേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്നത്? മൈനർ OT റെക്കോർഡ്സ്. Next question. 8th one. Who keep the record of medico-legal cases? Who keep the record of medico-legal cases? Who keep the record of medico-legal cases? CMO. Okay. Ninth question പറയാലോ? 9th question. What kind of details are
What kind of details are recorded in police intimation record? In police intimation record. MLC. ഓക്കെ, എന്താണ് പോലീസ് ഇന്റിമേഷൻ റെക്കോർഡില് ഏത് തരം വിവരങ്ങളാണ്, ഏത് തരം കാര്യങ്ങളാണ് സൂക്ഷിക്കുന്നത്? ഏതാണ്? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ, MLC. Tenth question. Who should ensure that MLC cases are registered? Who should ensure that MLC cases registered? ആരാണ് MLC കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത്? ആരാണ്? Who should ensure that MLC cases registered? എന്താണ്? ആരാ ആൻസർ പറയുന്നില്ലല്ലോ? ഡോക്ടർ ആണോ? CMO ആണോ? എമർജൻസി റൂം ക്ലർക്ക് ആണോ? ആരാണ്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെ, എമർജൻസി റൂം ക്ലർക്ക് ആണ് MLC കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? ഓപ്ഷൻ ഒന്നും പറയാണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാ? ഓക്കെ. അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എഴുതാം അല്ലെ. ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. എഴുതാം. ക്വസ്റ്റ്യന്റെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എഴുതട്ടാ. എഴുതിയത് ഏതാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടാ. പറയട്ടെ, സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് സിസ്റ്റം of medicine is commonly used in the modern world? Is commonly, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ല, അതിക്കുമ്പോ ആൻസർ വന്നു കഴിഞ്ഞില്ലേ? അലോപ്പതി. What type system of medicine is commonly used in the modern world? എന്താണ്? അലോപ്പതി. അടുത്ത പറയട്ടെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായി എല്ലാവരെയും?
ഓക്കെ. നെക്സ്റ്റ് AIIMS. ഒരു പ്രാവശ്യം കൂടി പറയണോ? വാട്ട് ടൈപ്പ് system of medicine, what type system of medicine is commonly used in the modern world. Allopathy. Next, second question, AIIMS stands for എന്താണ്? AIIMS ഓൾ ഇന്ത്യ. ഒരെണ്ണം കൂടിയുണ്ട്, ഓൾ ഇന്ത്യ. രണ്ടായില്ലേ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. A for all. ആദ്യത്തെ I for India. Next I for Institute of. M for medical. S for science. All India. AIIMS. AIIMS stands for. Okay. All India Institute of Medical Science. എന്താണ് ആദ്യത്തെ? A for all. രണ്ടാമത് പിന്നെ I for India, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മെഡിക്കൽ സയൻസ്. Next question, the name given to the name given to the treatment. The name given to the treatment where cancer patient is given. Cancer patient is given. Cancer patientന് പറയുന്ന ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് പറയുന്ന പേര്. നമ്മ പറഞ്ഞില്ലേ ഓരോ ക്ലിനിക്കിനും എന്താണ് ഓരോ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് ഓങ്കോളജി. ക്യാൻസർ പേഷ്യന്റിന് ക്യാൻസർ ഉള്ള പേഷ്യന്റിന് കൊടുക്കുന്ന അതല്ലേ രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഓങ്കോളജി. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്റ്റഡി അല്ല, നമ്മ പറഞ്ഞില്ലേ ഓരോ ക്ലിനിക്കുകള് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുണ്ട് ഇല്ലേ, സിംഗിൾ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലില് ക്യാൻസർ പേഷ്യന്റിന് മാത്രമുള്ള ചികിത്സ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനെ പറയുന്നത് എന്താണ്? ഓങ്കോളജി ഹോസ്പിറ്റൽ ഇല്ലേ, ഓങ്കോ ഹോസ്പിറ്റൽ. കാർഡിയാക്കുമായി അതല്ല ഹാർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള രോഗികൾക്കാണ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിന് പറയുന്ന പേരാണ് കാർഡിയാക് ഹോസ്പിറ്റൽ. ക്ലിയർ ആയത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെഡിക്കൽ കോളേജ് hospitals, the medical college
hospitals are the medical college hospitals are dash care level of dash care level hospital. Okay. Tertiary care medical college. The medical college hospitals are dash care level hospitals. എന്താണ് നമ്മ 3 ലെവൽ കെയർ ഓഫ് ലെവൽ പഠിച്ചിട്ടുണ്ടല്ലേ? ലെവൽ ഓഫ് കെയർ കിട്ടുന്നത് എന്താണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷറി കെയർ. ടെർഷറി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ അല്ലെ. അപ്പൊ എന്താണ്? മെഡിക്കൽ കോളേജ് ഒരു ടെർഷറി കെയർ ലെവൽ ഹോസ്പിറ്റൽ ആണ്. അത് ടെർഷറി കെയർ തരുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ് മെഡിക്കൽ കോളേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാലോ. CHC stands for CHC വന്ന് രണ്ടത് പഠിച്ചില്ലേ? PHSCയും പഠിച്ച് CHSCയും പഠിച്ചല്ലേ? ഓക്കെ. കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ CHC ആണ്. PHC ഉണ്ട്, CHC ഉണ്ട്. PHC പ്രൈമറി കെയർ, CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. PHC പ്രൈമറി കെയറിന് എക്സാമ്പിൾ ആണ്, CHC സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ ആണ്. മാറിപ്പോകരുതിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രൈമറി ആയിട്ടുള്ളത് അല്ലെ, ഫസ്റ്റ് ലെവലിലുള്ളത്, അത്രയും അഡ്വാൻസ് ആവാത്തത്. CHC എന്ന് പറഞ്ഞാല് പ്രൈമറിയിലും കുറച്ചും കൂടി അഡ്വാൻസ് ആയ സെക്കൻഡറി കെയർ കിട്ടുന്ന ഹോസ്പിറ്റൽ ആണ് CHC. നെക്സ്റ്റ് പറയാലോ. PSU stands for PSU. ഇതിൽ കുറെ ഇങ്ങനെയുള്ള ടേംസുകൾ, ഇങ്ങനെയുള്ള ഇതുകൾ പഠിക്കാൻ, അബ്രിവേഷൻസ് പഠിക്കാനുണ്ട് അല്ലേ? PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലേ? PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. Seventh question. Hospitals can be classified on the basis of ownership. എന്താണ്? ഒരു ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തില് നമ്മ ഹോസ്പിറ്റലിനെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 2, 4, 3. എത്രയാണ്? 2. എന്താണ് ഈ അക്കു യാസീനെ കേൾക്കുന്ന ആളുടെ പേരെന്തെന്നാ? ഷംസീന. ഓക്കെ. ഏതാണ്? പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അല്ലെ? പബ്ലിക് സെക്ടറും പബ്ലിക് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും എന്താണ്? രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഏതാണ്? പബ്ലിക് ഹോസ്പിറ്റൽ അല്ലേ? എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലുള്ള പബ്ലിക് ഹോസ്പിറ്റൽസ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ. രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്. 2. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. A hospital can offer
can offer one or more specialty cares, namely a hospital can one or more specialty cares, namely dash or dash hospital. എന്തൊക്കെയാ എന്ത് പേരുകളാ പറയുന്നേ? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നോ അതല്ലെങ്കിൽ അതിലധികമോ സ്പെഷ്യാലിറ്റി കെയേഴ്സ്, ഒന്നിൽ കൂടുതലോ സ്പെഷ്യാലിറ്റി കെയേഴ്സ് കിട്ടുന്ന ഹോസ്പിറ്റലിന് പറയുന്ന പേര്. ഒരു സ്പെഷ്യാലിറ്റി ഉള്ളെങ്കിൽ അതിനെന്ത് പറയും? സിംഗിൾ സ്പെഷ്യാലിറ്റി. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി. രണ്ടും ചോദിച്ചിട്ടുണ്ടല്ലേ? സിംഗിൾ ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. Single or multi-speciality hospital. A hospital can offer one or more speciality cares. One or more speciality cares. Namely dash or dash hospital, single or multi-speciality hospital. Single or multi-speciality hospitals. Ninth question, most of the small and mid-sized private hospitals, most of the small and mid-sized private hospitals most of the small and mid-sized private hospitals are generally offer dash care. Are generally offer dash care. എന്താണ് മോസ്റ്റ് ഓഫ് ദി പ്രൈവറ്റ് ഹോസ്പിറ്റൽ? സ്മോൾ ആയാലും മിഡ് സൈസഡ് ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കെയർ എങ്ങനെയുള്ള കെയേഴ്സ് ആണ്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേർഷ്യറി ആണോ? ഓക്കെ, എന്താണ് സെക്കൻഡറി കെയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാലോ. Okay. 10th question, a palliative care hospital is an example of which type of hospital? Is an example of. ക്വസ്റ്റ്യൻ ഒന്നും മുഴുവൻ വേണ്ട, അതിക്കുമ്പോഴേയുടെ ആൻസർ ഒക്കെ വന്നു കഴിഞ്ഞു അല്ലേ? A palliative care hospital is an example of which type of hospital? Long stay hospital. എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ട് അല്ലേ? അതല്ലേ ഇതിന്റെ അർത്ഥം? അല്ലേ? ഓക്കെ,
ഏതാണ് 4 നയന 4 ഏതിലാണ് 4th ക്വസ്റ്റ്യൻ? ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യട്ടാ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി ഗ്രൂപ്പിലെ. ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. തുടങ്ങാം അല്ലെ? ആദ്യം മുതൽ എടുക്കണം എന്നല്ലേ പറഞ്ഞേ? ഹോസ്പിറ്റൽ വാർഡ് അല്ലേ? ആദ്യം മുതൽ പറഞ്ഞു പോകണം. ഓക്കെ, നോക്കാം. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ്? നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവില്ല ഒരു ഹോസ്പിറ്റലിലെ വാർഡ്? കണ്ടിട്ടുണ്ടോ? യെസ്, ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ വാർഡില് ഒരു പേഷ്യന്റ് ആണ് ഉണ്ടാവുന്നത്? ആണോ? ഒരു വാർഡിൽ ഒരു പേഷ്യന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല അല്ലെ, ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ എവിടെയാണോ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യിക്കുന്നത് അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏത് റൂമിലാണോ ഒന്നിൽ കൂടുതൽ പേഷ്യൻസിനെ സ്റ്റേ ചെയ്യിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് വാർഡ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ഡെഫിനിഷൻ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. എന്താണ് ഹോസ്പിറ്റലിലെ വാർഡ് എന്ന് പറഞ്ഞാൽ? ഒരു റൂമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു റൂമാണ്. ഇൻ എ ഹോസ്പിറ്റൽ where beds are arranged for many people. അവിടെ എന്താണ്? ഒരുപാട് many pupils, ഒരുപാട് ആളുകൾക്ക് വേണ്ടി ബെഡ്സുകള് അല്ലെ, കട്ടില്, കിടക്കകള് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓഫൻ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. എന്താണ്? ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും ആവശ്യം. നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലെ വാർഡ്? ജസ്റ്റ് ഒന്ന് നോക്കിയേ. നമ്മൾ ജനറൽ വാർഡ് ഉണ്ടാവൂലേ? എന്താണ് ജനറൽ ആയിട്ടുള്ള, ഇപ്പൊ പനിയോ അങ്ങനെയുള്ള ജനറൽ ഇൽനെസ്സിന്, ജനറൽ ഡിസീസിന് കൊണ്ടുവരിക്കുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലം. പിന്നെ എന്താണ്? കാർഡിയാക് വാർഡ് ഉണ്ടാവും അല്ലെ? ഉണ്ടോ? കാർഡിയാക് വാർഡ് ഉണ്ടാവും അല്ലെ? പിന്നെ അതേ കൂട്ട് ഓങ്കോളജി വാർഡ് ഉണ്ടാവും. അതേ കൂട്ട് ഗൈനക് വാർഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വാർഡുകളിലേക്ക് എന്താണ്? ജനറൽ വാർഡ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള പേഷ്യൻസിനെ, അങ്ങനെയുള്ള അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്. ഓങ്കോളജി എന്ന് പറഞ്ഞാല് ക്യാൻസർ രോഗങ്ങളൊക്കെ ആയിട്ട് വരൂലേ? ആ ഓങ്കോളജി വാർഡില് ക്യാൻസർ പേഷ്യൻസ് മാത്രമാണ് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഗൈനക് വാർഡിലായി ആരായിരിക്കും? പ്രഗ്നന്റ് ലേഡീസ് അല്ലെ? ഒന്നില് ഗർഭിണികൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും വോമിറ്റിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അവർ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, അതല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവർ അഡ്മിറ്റ് ആക്കിയേക്കുന്നത്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഗൈനക് വാർഡിൽ അഡ്മിറ്റ് ആക്കുന്നത്. കാർഡിയാക് വാർഡ് എന്ന് പറഞ്ഞാല് കാർഡിയാക്കുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ അതല്ലെങ്കിൽ സർജറീസ് കഴിഞ്ഞ പേഷ്യന്റിനൊക്കെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് കാർഡിയാക് വാർഡ്. ക്ലിയർ ആയോ? പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. എന്താണ്? അവിടെ കിടക്കുന്ന പേഷ്യൻസിന്, ആ വാർഡിലുള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ആവശ്യം. Stay can be long term or short term depending upon the severity of condition. എന്താണ്? ആ ഹോസ്പിറ്റലിലെ വാർഡില് എത്ര ദിവസമാണ് അവര് താമസിക്കേണ്ടത്, സ്റ്റേ ചെയ്യേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്? ആ രോഗിയുടെ ഇൽനെസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ്? രോഗം അത്രയ്ക്കും കൂടുതലാണെങ്കിൽ അവര് അവിടെ താമസിക്കുന്ന ദിവസങ്ങൾ എന്താവും? കൂടുതലായിരിക്കും. അതല്ല 1-2 ദിവസം കിടന്ന് ആ രോഗിയുടെ രോഗമൊക്കെ ഭേദമായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ നിന്ന്, വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകാൻ പറ്റും. ക്ലിയർ ആയത്? ക്ലിയർ ആയോ? ഓക്കെ. അശ്വതി മാത്രം പറഞ്ഞോളൂ അല്ല വേറെ ആരൊന്നും പറഞ്ഞില്ല? ഓക്കെ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. എന്താണ്? വാർഡ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ റൂമാണ്. ഇവിടെ എന്താണ്? ഒന്നിലധികം ഒരുപാട്
പേഷ്യൻസിനെ, മെനി പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്താണ് അവിടെയുള്ള പേഷ്യന്റിന് ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും ആവശ്യം. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദി സെവേറിറ്റി ഓഫ് കണ്ടീഷൻ. എന്താണ് സെവേറിറ്റി എന്ന് പറഞ്ഞാൽ ഇൽനെസ്, ആ രോഗിയുടെ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എങ്ങനെയുള്ള അസുഖത്തിനെയാണ്, അതായത് അവർക്ക് വളരെ അസുഖങ്ങൾ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കുറച്ചു ദിവസം കൂടുതൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. അതിൽ അവരുടെ കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ 1-2 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഓക്കെ ആയാലും അവിടെ ഡിസ്ചാർജ് ചെയ്യാം. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. എന്തൊക്കെ പർപ്പസ് ആണ് ഹോസ്പിറ്റൽ വാർഡിലുള്ളത്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് ആ രോഗിയുടെ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, വൈദ്യശാസ്ത്രം ട്രീറ്റ്മെന്റും കൊടുക്കുക, ഡയഗ്നോസിസ് അല്ലേ. പിന്നെ പ്രൊമോട്ടിങ് ഹെൽത്ത്. എന്താണ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കുക അല്ലെ. എന്താണ് അവിടെ അവർ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം അവർക്ക് മരുന്നുകളൊക്കെ കൊടുത്ത് അവരെ അസുഖമൊക്കെ മാറ്റി അവരെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യിക്കാൻ, ഹെൽത്ത് ഓക്കെ ആക്കുക. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് അവർക്ക് എന്താണ് അസുഖം എന്നുള്ളത് രോഗനിർണയം നടത്തുകയും ചെയ്യുക. ആ രോഗനിർണയത്തിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യുക. ടീച്ചിങ് എന്ന് പറഞ്ഞാല് ചില ഹോസ്പിറ്റലിൽ ഈ BSc പഠിക്കുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ ആ സ്റ്റാഫുകളൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും അല്ലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഈ പേഷ്യന്റിനെ റൗണ്ട്സിനൊക്കെ വരൂലേ, അപ്പൊ ഈ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും കൊണ്ടുവന്നിട്ട് ഈ പേഷ്യന്റിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇവർക്ക് പറഞ്ഞു കൊടുക്കൂലേ രോഗികളെ കുറിച്ചുള്ള പഠനം. അതാണ് രോഗികളെ കുറിച്ചുള്ള പഠനമാണ്. പക്ഷെ എന്താണ് അവിടെയുള്ള സ്റ്റുഡൻസിന് വേണമെങ്കിൽ അവരുടെ പഠനത്തിൽ ഇവർക്ക് കുറച്ചും കൂടി അല്ലെ പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ ആക്കി കൊടുക്കാൻ പറ്റില്ലേ. പിന്നെ റിസർച്ച് ഗവേഷണം. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. എന്താണ് ഈ ഹോസ്പിറ്റൽ വാർഡില് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് പ്രൊഫഷണൽ നഴ്സിംഗ് അല്ലെ, അവിടെയുള്ള നഴ്സിന്റെ സേവനം കൊടുക്കുക. പിന്നെ എന്താണ് ഈ ഡോക്ടർ സർവീസും കൂടിയും കൊടുക്കുക അല്ലെ. വീട്ടിലാണെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഈ വാർഡിൽ അഡ്മിറ്റ് ആകുമ്പോ ഓരോ ടൈമിൽ വന്ന് നഴ്സുമാരെ ചെക്ക് ചെയ്യും, അവരെ BP ചെക്ക് ചെയ്യും, പ്രഷർ ഷുഗർ ടെസ്റ്റ് ചെയ്യും, അവരെ പൾസ് നോക്കും, അവരെ ടെമ്പറേച്ചർ നോക്കും അല്ലെ. ഓരോ സമയത്ത് വന്ന് ഈ നഴ്സുമാര് ഈ രോഗീനെ കെയർ ചെയ്യും. അതേകൂട്ട് ഡോക്ടേഴ്സിന്റെയും കെയർ അല്ലെ, ഡോക്ടേഴ്സിന്റെയും വൈദ്യപരിശോധന അവർക്ക് ലഭിക്കുകയും കൂടി ചെയ്യും. Provide necessary equipments, essential drugs and all other stores requirement for patient care in an organized manner. എന്താണ് ഈ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് അല്ലെ അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഫർദർ ഒബ്സർവേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും പിന്നെ എസെൻഷ്യൽ ഡ്രഗ്സ് ഇവർക്ക് ആവശ്യമുള്ള മരുന്നുകളും അതെല്ലാം അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള അതർ സ്റ്റോഴ്സിലുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഈ രോഗിക്ക് എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അറ്റ് ദ സ്പോട്ടില് ഇവർക്ക് ലഭിക്കുകയും കൂടി ചെയ്യും. ഡയഗ്നോസിസ്. ഫസ്റ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് രോഗനിർണയവും പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും ചികിത്സയും പേഷ്യന്റിന് ലഭിക്കും. പ്രൊമോട്ടിങ് ഹെൽത്ത്. എന്താണ് ഈ രോഗനിർണയം നടത്തി അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താവും, അവരെ ഹെൽത്ത് ഓക്കെ ആവും, അസുഖം മാറും. അങ്ങനെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക. ടീച്ചിങ് പഠനം, രോഗികളെ കുറിച്ചുള്ള പഠനം, അതല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഈ രോഗിയുടെ കുറിച്ച്. പിന്നെ എന്താണ് റിസർച്ച് അല്ലെ, ഗവേഷണം. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. എന്താണ് ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യന്റിന് നഴ്സിംഗ് കെയറും മെഡിക്കൽ കെയറും ഡോക്ടേഴ്സിന്റെ കെയറും ഒക്കെ അറ്റ് ദ സ്പോട്ടിൽ ലഭിക്കും. Provide necessary equipments, essential drugs and all other stores requirement for patients care in an organized manner. എന്താണ് അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യന്റിന്
അവരുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള രോഗനിർണയത്തിനോ അതല്ല വേറെ എന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അവർക്ക് ആവശ്യമുള്ള മരുന്നുകളും ഹോസ്പിറ്റലിലുള്ള മറ്റ് സ്റ്റോറുകളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിക്വയർമെന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ രോഗികൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് വാർഡ് സ്പേസ്. എന്താണ് വാർഡ് സ്പേസിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടെന്ന്? എന്തൊക്കെ ഘടകങ്ങളുണ്ട്? എന്തൊക്കെയുണ്ട്? ഇതിപ്പോ പറഞ്ഞ രണ്ട് മനസ്സിലായ? ഇൻട്രൊഡക്ഷനും പർപ്പസും മനസ്സിലായ? ഓക്കെ. നെക്സ്റ്റ്, എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്? പേഷ്യന്റ് സ്പേസ് അല്ലെ? പേഷ്യന്റിന് കിടക്കാനുള്ളതും അവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇരിക്കാനുള്ളതുമായ സ്പേസുകൾ അല്ലെ? പേഷ്യന്റ് സ്പേസ്. നഴ്സിംഗ് സ്പേസ്. നഴ്സിംഗ് സ്പേസ് എന്താണ്? നഴ്സിംഗ് വർക്കിംഗ് ഏരിയാസ്, സ്റ്റേഷൻസ്, കൗണ്ടേഴ്സ് അല്ലെ? നഴ്സിംഗ് സ്പേസ് ഉണ്ടാവും. പിന്നെ കോറിഡോർസ് അല്ലെ? വരാന്തകള്, ഇടനാഴികള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പേഷ്യന്റിന് കുറച്ചേരം കിടന്നിട്ട് വെറുതെ ഒന്നും പുറത്ത് നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എന്താണ്? ഇടനാഴികള്. ഓക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് ഘടകങ്ങളില് പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്, ഈ മൂന്നെണ്ണം പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് വാർഡ് അല്ലെ? ഏതൊക്കെ ടൈപ്സ് വാർഡുകൾ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഉണ്ടാവും, ജനറൽ വാർഡുകൾ ഉണ്ടാവും അല്ലെ? സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് വാർഡ് ഏതൊക്കെയാണ്? ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. ഫസ്റ്റ്, പിന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് എക്സാമ്പിൾ. സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. അതൊക്കെ എന്താണ്? ഈ പ്രഗ്നന്റ് ലേഡീസിന് അവർക്ക് പ്രഗ്നന്റ് ടൈമിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കിയിട്ട് അവർക്ക് അഡ്മിറ്റ് ആക്കുന്ന സ്ഥലമാണ് വാർഡ്. അതല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ലേഡീനെ, ആ വുമണിനെ അഡ്മിറ്റ് ആക്കിങ്ങാണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അത് ഗൈനക്കോളജി വാർഡ്, മെറ്റേണിറ്റി വാർഡ്. ഓങ്കോളജി എന്ന് പറഞ്ഞാല് ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ, ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. അപ്പൊ എന്തായിരിക്കും ഓങ്കോളജി വാർഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? അങ്ങനെയുള്ള ക്യാൻസർ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാനുള്ള വാർഡ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളും അവർക്ക് എന്തെങ്കിലും റേഡിയേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കുന്ന വാർഡ്. നെഫ്രോളജി ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ അല്ലെ? ഡയാലിസിസ് ഒക്കെ കൊടുത്തിരിക്കുന്ന അല്ലെ? വൃക്ക സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ട പേഷ്യൻസിനൊക്കെ അഡ്മിറ്റ് ആക്കുന്ന വാർഡ്. പിന്നെ കാർഡിയോളജി ആൻഡ് CTVS എഴുതിയെടുത്തോ? CTVS കാർഡിയോ, അതെ പറഞ്ഞല്ല, കാർഡിയോ തൊറാസിസ് വാസ്കുലാർ സർജറി. കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി. കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി. എന്താണ്? കാർഡിയോളജിയുമായി, ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് വന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്. ഈ കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി എന്ന് പറഞ്ഞാല് ഈ ഹാർട്ടിന്റെ സർജറി ഒക്കെ നടത്തില്ലേ, ഈ ഓപ്പൺ സർജറി, ഈ 3 ഒക്കെ മേജർ ആയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ ഉള്ള പേഷ്യൻസിന് എങ്ങനെയാണ്? മൈനർ ആണെങ്കിൽ അവർക്ക് എന്താണ്? ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം അല്ലെ? മേജർ ഇത് ബ്ലോക്കുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഓപ്പൺ സർജറി ചെയ്യും. അങ്ങനെയുള്ള ബൈപ്പാസ് സർജറി കഴിഞ്ഞ പേഷ്യൻസ്, പിന്നെ ഹൃദയ സംബന്ധം, ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും സർജറീസോ അങ്ങനെയൊക്കെ കഴിഞ്ഞ പേഷ്യന്റ്, വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ പേഷ്യന്റിനൊക്കെയാണ് CTVS എന്ന് പറയുന്നത്. കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി. ഈ ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റിവെക്കൽ സർജറി, പിന്നെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറീസ്, അങ്ങനെയുള്ളതിനൊക്കെ എന്താണ് പറയുന്ന പേരാണ്? കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി. ക്ലിയർ ആയോ? CTVS ക്ലിയർ ആയോ?
ഓക്കെ. ഈ അങ്ങനെയുള്ള CTVS ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് എന്താണ് അവരെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അല്ലെ. അത്രയും വലിയ മേജർ സർജറികളൊക്കെ അവർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഏൽക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ അവരവിടെ അഡ്മിറ്റ് ആക്കി അവരെ പ്രൊട്ടക്ഷൻ കൊടുക്കണം അല്ലെ. അങ്ങനെയുള്ള വാർഡുകളിലൊക്കെ എന്താണ് ബൈസ്റ്റാൻഡറായിട്ട് ചിലപ്പോ ഒരാളൊക്കെ നിർത്തുള്ളൂ. വിസിറ്റേഴ്സിനൊന്നും അലൗഡ് ഒന്നും ചെയ്യിക്കില്ല ഈ ഇങ്ങനെയുള്ള വാർഡുകളിലേക്ക്. കാർഡിയോ ഇങ്ങനെയുള്ള CTVS സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന്റെ അങ്ങനെയുള്ള വാർഡിലേക്ക് കേട്ടാ. പിന്നെ ന്യൂറോളജി എന്ന് പറഞ്ഞാല് നെർവ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കും, നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നെർവ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നവർക്ക്. പിന്നെ ഒഫ്താൽമോളജി ഐ പ്രോബ്ലംസ് കണ്ണിന്റെ എന്താണ് തിമിര ശസ്ത്രക്രിയകള് അല്ലെ, അതൊക്കെ കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവൂലേ. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ചില ഹോസ്പിറ്റലിൽ എന്താണ് ഈ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന് 1 ദിവസമോ 2 ദിവസമൊക്കെ അവരവിടെ അഡ്മിറ്റ് ആക്കിയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഐ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകളെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ആളുകളെ അഡ്മിറ്റ് ആക്കുന്ന സ്ഥലമാണ് റൂമാണ് വാർഡാണ് ഒഫ്താൽമോളജി. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? നെക്സ്റ്റ് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. വാർഡിലെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞാല് ക്ലിനിക്കുമായി ബന്ധപ്പെട്ടത്. എന്താണ് ക്ലിനിക്കുമായി ആരൊക്കെയാണ് ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് വാർഡിൽ ഉണ്ടാവുന്നത്? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വാർഡിലുള്ളത് ആരൊക്കെയാണ്? ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ഉണ്ടാവും അല്ലെ. പേഷ്യന്റിനല്ലേ ട്രീറ്റ്മെന്റ് കിട്ടേണ്ടത്. നഴ്സിംഗ് ഏരിയ ഉണ്ടാവും അല്ലെ, നഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഏരിയ. പിന്നെ എന്താണ് നമ്മ വാർഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു നഴ്സ് കൗണ്ടർ ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? 2-3 നഴ്സുമാർ അല്ലെങ്കിൽ ഒരു നഴ്സ് ഒക്കെ ഇരുന്നങ്ങാട്ട് ആ വാർഡിൽ ഏതൊക്കെ പേഷ്യൻസ് ആണുള്ളതെന്ന് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതാക്കുന്ന നഴ്സിംഗ് കൗണ്ടേഴ്സ് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ഓക്സിലറി ഏരിയാസ്. എന്താണ് ഹെൽപ്പിംഗ് ഏരിയാസ്? നഴ്സസിന്റെ റൂംസ്, നഴ്സിന്റെ സാധനങ്ങളും അവർക്ക് എന്താ അവരുടെ ബാഗ്സ് അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. പിന്നെ ഡോക്ടേഴ്സിന്റെ റൂം ഉണ്ടാവും. അതൊക്കെ എന്താണ് ഓക്സിലറി ഏരിയാസ് ആണ്. പിന്നെ ആൻസിലറി ഏരിയാസ് എന്താണ്? പാൻട്രി, എന്താണ് കലവറ, എന്തെങ്കിലും പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകി സൂക്ഷിക്കാനുള്ള ഏരിയാസ് ആണ്. പിന്നെ ഡേ റൂം എന്ന് പറഞ്ഞാല് പേഷ്യന്റിന് അവർക്ക് പോയി ഇങ്ങാണ്ട് അവര് കുറച്ചേരം കിടന്ന് എന്താണ് അവർക്ക് പോയി ഓരോരുത്തർ ഇരിക്കാൻ മറ്റുള്ളവരായിട്ട് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതാണ് റൂം ഉണ്ട്, അതാണ് ഡേ റൂം. പിന്നെ ട്രോളികള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഒരു ഏരിയയിലായിരിക്കും സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ, അതാണ് ട്രോളി ബേ. പിന്നെ സാനിറ്ററി ഏരിയാസ് എന്ന് പറഞ്ഞാല് ടോയ്ലറ്റ്സ്, പിന്നെ ഡേർട്ടി യൂട്ടിലിറ്റി. എന്താണ് ഈ വാർഡുകളിൽ ഉള്ള ആളുകൾ എന്താ ഫുഡ് കഴിച്ചത് അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇടാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടാവുമായിരിക്കും അല്ലെ, ഡസ്റ്റ്ബിൻ ഒക്കെ വെച്ചിരിക്കുന്ന, അതാണ് ഡേർട്ടി യൂട്ടിലിറ്റി. ആവശ്യമില്ലാത്ത ഉപയോഗിച്ചു കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഇടാനുള്ള ഏരിയാസ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും ഭാഗം? Definitions, purpose of the hospital, constituents of ward space, types of ward, specialized wards in example. Pantry means കലവറ, ഈ പാത്രങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങള് കഴുകി സൂക്ഷിക്കാനുള്ള ഏരിയ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തോട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.